ഹായ് കാന്ത എന്ന 2025 പുറത്തിറങ്ങിയ ദുൽഖർ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു കൊലപാതകത്തിൽ നിന്നുമാണ്. ഒരു മൂവി സെറ്റിലേക്ക് ബോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് കയറി വന്ന ഒരു വ്യക്തി തോക്കുപയോഗിച്ച് ആരെയോ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. കഥ അവിടെ നിന്നും കുറച്ചു നാളുകൾ മുമ്പിലേക്ക് പോവുകയാണ്. ഏറെ ഫേമസ് ആയ ഒരു സ്റ്റുഡിയോയുടെ പ്രൊഡ്യൂസറായിരുന്നു മാർട്ടിൻ അയ്യ എന്ന് വിളിപ്പേരുള്ള ഒരു ഫേമസ് ഡയറക്ടറോട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മുടങ്ങിപ്പോയ ചലച്ചിത്രമായ ശാന്ത ഷൂട്ട് ചെയ്യാൻ സ്റ്റുഡിയോ ഇപ്പോൾ ഒരുക്കമാണ് എന്നറിയിച്ച് വിളിപ്പിക്കുകയാണ്. മാർട്ടിന്റെ സ്റ്റുഡിയോ കടം കയറി നിൽക്കക്കള്ളിയില്ലാതെ നിൽക്കുകയായിരുന്നു. ആ സിനിമ പുറത്തു വന്നാലേ നിലനിൽപ്പുള്ളൂ. ആ ഒരു അവസ്ഥയിൽ അപ്പോഴത്തെ സൂപ്പർ സ്റ്റാറായ തിരുച്ചെങ്കോട് കാളിദാസ മഹാദേവൻ സ്റ്റുഡിയോക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ശാന്ത സിനിമയാക്കാം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർട്ടിൻ അതിനെപ്പറ്റി ആവശ്യത്തോടെ അയ്യയോട് സംസാരിക്കുമ്പോ അയ്യക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ മഹാദേവന്റെ മെന്ററായിരുന്നു അയ്യ. ഒരു ഘട്ടത്തിൽ ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. എന്റെ സിനിമയിൽ നായകനാര് വേണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് അയ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. മാർട്ടിൻ ചെന്ന് അയ്യയുടെ കാല് പിടിച്ചു. സ്റ്റുഡിയോയുടെ പ്രതിസന്ധി ഘട്ടത്തെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് അയ്യ ഈ സിനിമ സംവിധാനം ചെയ്യാൻ സമ്മതിക്കണമെന്നും TKM തന്നെ നായകനാക്കണം എന്നും ആവശ്യപ്പെട്ടു. ഒടുവിൽ പണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സ്റ്റുഡിയോയുടെ നിലനിൽപ്പിന് വേണ്ടി സിനിമ ഷൂട്ട് ചെയ്യാൻ അയ്യ തയ്യാറായി. പക്ഷേ അതിലും അയ്യ ചില കാര്യങ്ങൾ ആലോചിച്ചു വെച്ചിരുന്നു. ആ സിനിമയിൽ നായകനോളം തന്നെ പ്രാധാന്യം നായികയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ തന്റെ തന്നെ കണ്ടെത്തലായ കുമാരി എന്ന പെൺകുട്ടിയോട് ഈ സിനിമ അവളുടെ കഥയാണെന്നും അത്തരത്തിലേക്ക് താൻ തിരക്കഥ മാറ്റുന്നുണ്ടെന്നും ഈ സിനിമയുടെ നായകനും നായികയും ഒക്കെ നീയാണ്, അതുകൊണ്ട് സ്ക്രിപ്റ്റിലുള്ള പോലെയേ നീ അഭിനയിക്കാവൂ, ഞാൻ പറയുന്നതേ കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞ് അയ്യ സത്യം ചെയ്യിപ്പിച്ചു. നിഷ്കളങ്കയായ കുമാരിയും അയ്യയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു. അല്ലെങ്കിലും സംവിധായകൻ പറയുന്ന പോലാണല്ലോ സിനിമ വേണ്ടത്. പക്ഷേ മഹാദേവൻ അതിൽ കൈകടത്തലുകൾ നടത്തും എന്ന കാര്യത്തിൽ അയ്യയ്ക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. വൈകാതെ ഷൂട്ടിംഗ് ആരംഭിച്ചു. സ്റ്റുഡിയോയിലേക്ക് മഹാദേവൻ വന്നെത്തി. അവിടെ വെച്ചാണ് മഹാദേവൻ ആദ്യമായി കുമാരിയെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ കുമാരിയോട് ഒരു താല്പര്യം മഹാദേവന് തോന്നിയിരുന്നു. ആദ്യം ഷൂട്ട് ചെയ്യേണ്ടുന്ന കാര്യം അസിസ്റ്റന്റ് ഡയറക്ടർ വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അന്ന് ആ സീൻ എടുക്കണ്ടെന്നും അതൊരു നെഗറ്റീവ് സീനാണ്, പോസിറ്റീവ് സീൻ എടുത്താൽ മതിയെന്നും പറഞ്ഞ് മഹാദേവൻ തന്നെ ഒരു സീൻ അസിസ്റ്റന്റ് ഡയറക്ടറോട് നിർദ്ദേശിക്കുകയാണ്. അയ്യ അവിടെ ഉണ്ടെങ്കിലും അയ്യയ്ക്കൊരു പ്രാധാന്യം കൊടുക്കാത്ത പോലായിരുന്നു. താനാണൊക്കെ നിയന്ത്രിക്കുന്നതെന്ന മട്ടിലായിരുന്നു മഹാദേവൻ പെരുമാറിയിരുന്നത്. പക്ഷേ മഹാദേവൻ വിചാരിച്ച പോലെ കുമാരിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. കുമാരി എല്ലാ കാര്യവും അയ്യയോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ. അതുവരേക്കും ഏറ്റവും തല ഉയർത്തി അയ്യയെ ഒതുക്കി നിന്ന മഹാദേവന് കുമാരിക്ക് മുമ്പിൽ മാത്രം അടിപതറി. അതോടെ അയ്യ പറയുന്ന സ്ക്രിപ്റ്റിന്റെ ചുവട് പിടിച്ച് മഹാദേവൻ അഭിനയിക്കേണ്ടിയും വന്നു. കുമാരിയുടെ ആ മനോവീര്യവും ധൈര്യവുമൊക്കെ മഹാദേവന് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അയാൾ അത് പുറത്തു കാണിച്ചില്ല. കുമാരിയെ ആയുധമാക്കി മഹാദേവനെ അടിപറ്റിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അയ്യക്കുണ്ടായിരുന്നു. അക്കാര്യം വെളിപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. പിന്നീട് നടന്ന ഷൂട്ടിങ്ങിനിടയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത് മഹാദേവന്റെ കൈ പിടിച്ചു മാറ്റലായിരുന്നു. പക്ഷെ ശരീരത്തിലുള്ള കൈയെടുത്തു മാറ്റുന്നതിനു പകരം കുമാരി മഹാദേവന്റെ മുഖത്തടിച്ചു. എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. അയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് കുമാരി അത് ചെയ്തതെന്ന് വ്യക്തം. മഹാദേവനും കാര്യം മനസ്സിലായി. മുമ്പ് ഒരു സീൻ കുമാരി നന്നായി അഭിനയിക്കുകയും മഹാദേവൻ അത്ര ചെയ്യാൻ പറ്റാതെ വന്നപ്പോ റീടേക്ക് മഹാദേവൻ ആവശ്യപ്പെട്ടു. അയ്യ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഈ അടി നടന്നതിന് ശേഷം ഇതിന് റീടേക്ക് വേണമോ എന്ന് ചോദിക്കടാ എന്ന മട്ടിൽ അസിസ്റ്റന്റ് ഡയറക്ടറോട് അയ്യ പറയുന്നുണ്ട്. മഹാദേവൻ പക്ഷെ ഒട്ടും മടിച്ചില്ല. റീടേക്ക് വേണമെന്ന് പറഞ്ഞു. തന്നെ അടിച്ച പോലെ തന്നെ അടിക്കണം എന്ന് കുമാരിയോട് മഹാദേവൻ എടുത്തു പറഞ്ഞു. തുടർച്ചയായി റീടേക്കുകൾ പോയി. പക്ഷെ കുമാരിക്ക് മഹാദേവനെ തല്ലാൻ പറ്റുന്നില്ല. ഒടുവിൽ ഒരു ടേക്ക് എടുക്കുമ്പോ കുമാരി മഹാദേവനെ തല്ലി. പക്ഷെ പിന്നാലെ അതിമികച്ച അഭിനയം മഹാദേവൻ കാഴ്ചവെച്ചു. എല്ലാവരും അത് കണ്ടൊന്ന് അമ്പരന്നിരുന്നു. മഹാദേവനെ തുടർച്ചയായി അത്രയും തല്ലിയതിൽ കുമാരിക്ക് കുറ്റബോധം തോന്നുകയും ചെയ്തു. മഹാദേവനും വേണ്ടത് അതായിരുന്നു. കുമാരിയെ തന്റെ സൈഡിലേക്കാക്കണം, അയ്യയെ ഒറ്റപ്പെടുത്തണം. കുമാരിയുടെ കൂടെ റാണി എന്നു പേരുള്ള മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. ഇരുവരും ശ്രീലങ്കക്കാരായിരുന്നു. അവിടെ നിന്ന് കുടിയേറി വന്നവരാണ്. അനാഥരുമാണ്. അയ്യയാണ് ഇരുവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അയ്യയുടെ വീടിന്റെ മട്ടുപ്പാവിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുമാരി എന്താണ് മഹാദേവനും അയ്യയ്ക്കുമിടയിലെ പ്രശ്നം എന്ന് പലപ്പോഴും ചോദിച്ചെങ്കിലും അതിനെപ്പറ്റി ഒന്നും തന്നെ അയ്യ വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മറ്റു പലരുടെയും അടുത്തു നിന്നായി കുമാരി അവർക്കിടയിലെ പ്രശ്നം മനസ്സിലായി. ഒരു കാലത്ത് അനാഥനായിരുന്ന മഹാദേവനെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് കണ്ട് അയ്യ കൂടെ കൂട്ടിയതാണ്. അന്നൊറ്റയ്ക്ക് നിരവധി റോളുകളായിരുന്നു മഹാദേവൻ അഭിനയിച്ചത്. പിന്നീട് അയ്യ തന്നെ മഹാദേവനെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തി. ഉയർച്ചകളിലേക്ക് കയറുന്തോറും
തോറും മഹാദേവൻ അയ്യയ്ക്ക് ഒരുപാട് ബഹുമാനം കൊടുത്തിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയി. മഹാദേവൻ വലിയ സ്റ്റാറായി മാറാൻ തുടങ്ങി. അയ്യയ്ക്ക് എപ്പോഴും മഹാദേവൻ തന്റെ കീഴിൽ നിൽക്കണമെന്നായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോ തന്റെ സ്റ്റാർഡത്തിനും മറ്റും വേണ്ടി അയ്യയുടെ തിരക്കഥകൾ പോലും തിരുത്തണം എന്ന് മഹാദേവൻ സ്റ്റുഡിയോസിനോട് ആവശ്യപ്പെട്ടു. ഒരു തവണ ഇതയ്യ നേരിട്ട് കേട്ടു. തനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മഹാദേവൻ അയ്യക്കടുത്ത് ചെന്ന് മാപ്പ് പറഞ്ഞെങ്കിലും അയ്യ അത് ചെവികൊണ്ടില്ല. മഹാദേവനോട് അയ്യക്ക് വലിയ വെറുപ്പായി. അത്രയും മറന്നതും മഹാദേവൻ അയ്യയോട് അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ കുമാരിക്ക് വന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന മഹാദേവന്റെ കാറിനടുത്തേക്ക് കുമാരി ചെന്നു. കാത്തുനിന്ന് മഹാദേവനോട് ക്ഷമ ചോദിച്ചു. മഹാദേവനെ തല്ലിയതിനും മറ്റുമൊക്കെയായിട്ടായിരുന്നു അത്. മഹാദേവൻ ക്ഷമാപണം സ്വീകരിച്ചു. കുമാരിയോട് തന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് മഹാദേവൻ ഒരു സിനിമയുടെ വിജയാഘോഷമുണ്ടായിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു കുമാരിയുമായി മഹാദേവൻ പോയത്. ഒരിക്കൽ കുമാരിക്കും ഇതുപോലെ സദസ്സുകളും മറ്റും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കുമാരിയെ മഹാദേവൻ മോട്ടിവേറ്റ് ചെയ്തപ്പോ മഹാദേവനോട് കുമാരിക്ക് വലിയ ബഹുമാനം തന്നെ തോന്നി. അന്ന് വേദിയിൽ കയറിയപ്പോ കാണികൾ മഹാദേവനോട് പാട്ടുപാടാൻ പറഞ്ഞു. മഹാദേവൻ ഒരു ഗാനം ആലപിച്ചു. കുമാരിയെ ഉദ്ദേശിച്ച് പ്രണയം കലർന്ന ഒരു ഗാനമായിരുന്നു മഹാദേവൻ പാടിയത്. കുമാരിക്കും അത് മനസ്സിലായി. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കുമാരിയുടെയും മഹാദേവന്റെയും അടുപ്പവും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും ഒക്കെ അയ്യക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അയ്യ അതുകൊണ്ട് പലപ്പോഴും കുമാരിക്കടുത്ത് ചെന്നു പറഞ്ഞു, സ്ക്രിപ്റ്റിലുള്ളതുപോലെയേ നീ അഭിനയിക്കാവൂ, ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാവൂ. മഹാദേവൻ വിവാഹം കഴിഞ്ഞ വ്യക്തിയായിരുന്നു. മഹാദേവന്റെ ഭാര്യയുടെ പേര് ദേവി എന്നാണ്. ഏറെ സമ്പന്നനായ ശിവലിംഗം മുതലിയാരുടെ ഒരേ ഒരു മകളാണ് ദേവി. ഇടയ്ക്കൊക്കെ ഷൂട്ടിംഗ് കാണാൻ ദേവി സെറ്റിലെത്താറുണ്ട്. മഹാദേവൻ വിവാഹിതനാണ് എന്ന വിവരം കുമാരിക്കും അറിവുള്ളതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുമാരിക്ക് മഹാദേവനോട് പതിയെ ഒരു പ്രണയ താല്പര്യം വളരാൻ തുടങ്ങി. റൊമാൻറ്റിക് സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ അവർക്കിടയിലെ അടുപ്പവും മറ്റും കൂടുതൽ വെളിവാകുന്നുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിനപ്പുറം മഹാദേവനും കുമാരിയും പെർഫോം ചെയ്യുന്നത് പലപ്പോഴും അയ്യയെ ചൊടിപ്പിച്ചു. ദേഷ്യം വന്ന അയ്യ കുമാരിയോട് ഒരു ദിവസം വളരെ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, മുമ്പ് അവൻ എന്റെ അടുത്ത് അഭിനയിച്ച പോലെ നീയും എന്റെ അടുക്കൽ അഭിനയിക്കുകയാണല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ എന്റെ സൈഡിൽ നിൽക്കണമെന്ന്, ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന്. എന്നിട്ടും നീ അവൻ പറയുന്ന രീതിയിൽ അവന്റെ ഭാഗത്തേക്കാണല്ലോ പോകുന്നത്. നീ വിചാരിക്കുന്ന പോലെ അവൻ അത്ര നല്ലവനൊന്നുമല്ല. അവന്റെ പണവും പ്രശസ്തിയും കണ്ട് നീ അവനിൽ മയങ്ങിപ്പോയേക്കരുത്. ഇതിന്റെ എല്ലാം ദേഷ്യം അയ്യയുടെ ഉള്ളിൽ നിൽക്കുകയായിരുന്നു. മഹാദേവൻ തനിക്കെതിരെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പത്ര റിപ്പോർട്ട് എഴുതാൻ ഒരാൾ അങ്ങോട്ടേക്ക് വന്നത്. മഹാദേവൻ അഭിനയിക്കുന്നത് കാണാൻ അയാൾ കാത്തു നിൽക്കുകയായിരുന്നു. അടുത്ത സീൻ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറഞ്ഞുകൊടുത്തു. സാധാരണ ഡയറക്ടറാണല്ലോ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനെപ്പറ്റി മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോ ഇവിടെയൊക്കെ തീരുമാനിക്കുന്നത് താനാണ് എന്നായിരുന്നു മഹാദേവൻ പറഞ്ഞത്. അതോടെ നന്ദിയില്ലാത്ത നായിയാണ് നീ എന്ന് വിളിച്ചു പറഞ്ഞ് അയ്യ എഴുന്നേറ്റ് വന്നു. പിന്നാലെ അത് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ആ പത്രപ്രവർത്തകന്റെ മുമ്പിൽ വെച്ച് മഹാദേവനെ അപമാനിക്കുന്ന രീതിയിൽ ഓരോന്നും പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അതങ്ങനെ തോന്നില്ല, ക്യാരക്ടറിന്റെ വിശദീകരണമായിട്ടേ തോന്നൂ. പക്ഷേ മഹാദേവന് അത് തനിക്കെതിരെയുള്ള വെല്ലുവിളിയാണ്, തന്നെ അപമാനിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സീൻ പറയുന്ന പോലെ അഭിനയിച്ചു കാണിക്കാൻ മഹാദേവന് അയ്യ വെല്ലുവിളി ഉയർത്തി. മഹാദേവൻ ഒട്ടും മടിച്ചില്ല. അതിമികച്ച രീതിയിൽ ആ സീൻ പെർഫോം ചെയ്തു. പരിധിയും വിട്ട് തന്റെ തല തന്നെ കണ്ണാടിയിൽ അടിച്ചു പൊട്ടിച്ചു. വിവരം പത്രവാർത്തയിൽ നിറഞ്ഞു. മഹാദേവന് ചെറിയ പരിക്കേ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ മഹാദേവന്റെ ഫാൻസ് അതറിഞ്ഞ് വലിയ പ്രശ്നം തന്നെയാക്കി. ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു പോകുന്ന വഴിയിൽ അയ്യയെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചു. അയ്യക്ക് കാലിനൊക്കെ സാരമായി പരിക്കേറ്റു. അടുത്ത ദിവസം ഷൂട്ടിന് അയ്യയും കുമാരിയും ഉണ്ടായിരുന്നില്ല. കുമാരി ഷൂട്ടിന് വന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കുമാരിയെ ക്ഷണിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി മഹാദേവൻ അയ്യയുടെ വീട്ടിലേക്ക് ചെന്നു. കുമാരി മഹാദേവനുമായി സംസാരിച്ചു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കണമെന്നും അയ്യയും സ്റ്റുഡിയോയിലേക്ക് വരണം എന്നും കുമാരി പറഞ്ഞു. പരസ്പരം ഈഗോ പ്രശ്നങ്ങളാണുള്ളത്. തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി മഹാദേവൻ മുമ്പോട്ടേക്ക് നടന്നു ചെന്നെങ്കിലും അയ്യ മഹാദേവനെ അപമാനിച്ച് സംസാരിച്ചു. നീ മനഃപൂർവ്വം ആളെ വിട്ട് തല്ലിച്ചതല്ലേ എന്ന മട്ടിലായിരുന്നു അയ്യ പറഞ്ഞത്. മഹാദേവനും ദേഷ്യം പിടിച്ചതോടെ അവിടെ നിന്ന് പോന്നു. കാരണം അതിന്റെ പിന്നിലൊന്നും മഹാദേവൻ പ്രവർത്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അയ്യ എപ്പോഴും മഹാദേവനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. പോരുന്നതിനു മുമ്പ് മഹാദേവൻ അന്ന് കുമാരിയോട് പറഞ്ഞിരുന്നു, ഇയാൾ പറയുന്നേം കേട്ട് നീ ഇങ്ങനെ ഇരുന്നാൽ ഇനി നീ സ്റ്റുഡിയോയിലേക്ക് വരണ്ട. ഇതോടെ ഈ സിനിമ അവസാനിച്ചു. നാളെ നീ വന്നില്ലെങ്കിൽ ഞാൻ പാക്കപ്പ് പറയും. രണ്ടുപേരുടെയും ഇടയിൽപ്പെട്ട് കുമാരിക്ക് സത്യത്തിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും വീണ്ടും
ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഇവർക്കിടയിലെ യഥാർത്ഥ പ്രശ്നം അവിടെ വെച്ചാണ് വെളിവാകുന്നത്. മഹാദേവൻ വലിയ നടനായതോടുകൂടി സ്റ്റാർഡം മഹാദേവന് വലിയ കാര്യമായി മാറിയിരുന്നു. പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു മഹാദേവൻ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നതും അഭിനയിക്കുന്നതും. പക്ഷെ അയ്യയുടെ സിനിമയിൽ അയ്യ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് മഹാദേവന് സ്ട്രിക്റ്റ് നിബന്ധനകൾ നേരിടേണ്ടി വന്നു. സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ പടം പരാജയപ്പെടും എന്ന് പറഞ്ഞ് മഹാദേവൻ സ്റ്റുഡിയോ ഓണറെ കണ്ടു. അത് അയ്യ കേട്ടിരുന്നു. അയ്യ അതിന്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ തീർത്തു. മഹാദേവൻ ക്ഷമ പറഞ്ഞെങ്കിലും അയ്യ അതൊന്നും ചെവികൊണ്ടില്ല. മഹാദേവൻ തന്നെ ചതിച്ചു എന്ന് അയ്യ ചിന്തിച്ചു. പിന്നീട് അയ്യ തന്നെ മഹാദേവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി മഹാദേവനെ ജയിലിലാക്കി. അതോടെ മഹാദേവന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അയ്യയാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് പോലും മഹാദേവൻ അറിയുന്നത്. ഒരിക്കൽ പോലും തന്റെ ഗുരു തന്നെ അങ്ങനെ ചതിക്കുമെന്ന് മഹാദേവൻ ചിന്തിച്ചിരുന്നില്ല. അഹങ്കാരത്തോടെ മഹാദേവനോട് അത് തുറന്നു പറഞ്ഞ അയ്യ മഹാദേവനെ വഴിയിൽ ഉപേക്ഷിച്ച് സിനിമയിൽ ഇനി നീ എങ്ങനെ വളർന്നു വരുമെന്ന് നോക്കട്ടെ, നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചുപൊക്കോ എന്ന് പറഞ്ഞയച്ചു. വെറിയോടെ അവിടെ നിന്നുമായിരുന്നു മഹാദേവൻ വളർന്നു വന്ന് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അവർ തമ്മിലുള്ള പ്രധാന പ്രശ്നം ഇതാണ്. കുമാരിയും അത് പൂർണ്ണമായി മനസ്സിലാക്കി. അതോടെ മഹാദേവനൊപ്പം അഭിനയിക്കാൻ സിനിമാ സെറ്റിലേക്ക് കുമാരി വന്നു ചേർന്നു. ഷൂട്ടിംഗ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മഹാദേവന്റെയും കുമാരിയുടെയും അടുപ്പം വർദ്ധിച്ചു. ഇരുവരും പ്രണയത്തിലായി. അയ്യയും ഇതൊക്കെ അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അയ്യയുടെ രോഷം മാളിക്കത്തിക്കൊണ്ടിരുന്നു. തങ്ങളുടെ പ്രണയത്തിനിടയിൽ മഹാദേവൻ കുമാരിയോട് പറഞ്ഞു, നമുക്കിടയിലെ കാര്യങ്ങൾ ഒരിക്കലും നീ അയ്യയോട് പറഞ്ഞേക്കരുത്. മറുവശത്ത് മഹാദേവന് തന്റെ ഭാര്യ ദേവിയോട് അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറെ സമ്പന്നനായ ശിവലിംഗം മുതലിയാരുടെ മകൾ ദേവി തനിക്കിഷ്ടമുള്ള ആളെ വിരൽ ചൂണ്ടി മുതലിയാര് കല്യാണം നടത്തിക്കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു അവരുടെ വിവാഹത്തിൽ സംഭവിച്ചത്. ഒരിക്കൽ ശിവലിംഗം മുതലിയാരുടെ ഒരു പാർട്ടി നടക്കുകയാണ്. മഹാദേവനെന്ന് ഏറെ വിലപിടിപ്പുള്ള ഒരു വാച്ച് തന്റെ അമ്മായച്ഛന് ഗിഫ്റ്റായി കൊടുത്തു. അന്ന് മഹാദേവനെ മാറ്റി നിർത്തി മുതലിയാര് സംസാരിച്ചു. കുറച്ച് ഫോട്ടോസ് കാണിച്ചു. കുമാരിയും മഹാദേവനും ഒന്നിച്ചുള്ള കറങ്ങുന്ന ഫോട്ടോസൊക്കെയായിരുന്നു അത്. അതിനെപ്പറ്റി മഹാദേവനെ മുതലിയാര് വാൺ ചെയ്തു. ഇത് ദേവി അറിഞ്ഞാൽ എന്ത് പ്രശ്നമാകും എന്ന മട്ടിലൊക്കെ ചോദിച്ചു. താൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു മഹാദേവൻ അവിടുന്ന് പോകുന്നത്. അടുത്ത ദിവസം മഹാദേവൻ ഷൂട്ടിങ്ങിനെത്തുമ്പോ അന്ന് കുമാരി ഉണ്ടായിരുന്നില്ല. തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആ സമയം ഒരു വലിയ ലൈറ്റ് മഹാദേവന്റെ തലയിൽ വീണ് മഹാദേവൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു. കൃത്യസമയം അങ്ങോട്ടേക്ക് അയ്യ കയറി വന്നു. അയ്യ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന ഭയം മഹാദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന്റെ പേരിൽ സ്റ്റുഡിയോ ഓണറുടെ അടുത്ത് ചെന്ന് മഹാദേവൻ പ്രശ്നമുണ്ടാക്കി. പക്ഷേ സ്റ്റുഡിയോ ഓണർ പറഞ്ഞു, അയ്യയ്ക്ക് നിങ്ങളെപ്പറ്റി എന്തോ രഹസ്യം അറിയാം. എന്റെ അടുത്ത് അതിന്റെ സൂചനയെപ്പറ്റി പറഞ്ഞു. എന്താണെന്ന് എനിക്കും അറിയില്ല. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അതോടെ മഹാദേവന് വലിയ ഭയമായി. പിന്നീട് ഷൂട്ടിംഗ് നടക്കുമ്പോ തന്നെ കൊല്ലാൻ അയ്യ ശ്രമിക്കുമോ എന്ന് മഹാദേവൻ എപ്പോഴും ഭയക്കുന്നുണ്ട്. പിന്നാലെയാണ് ആ ഒരു വിവരം മഹാദേവന്റെ അടുത്ത് എത്തുന്നത്. കുമാരി ആണ്. അത് കേട്ടപ്പോ മഹാദേവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അയാൾക്കും സന്തോഷമുണ്ടായിരുന്നു. കാരണം മഹാദേവൻ അവളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. എന്നാലും അയാൾ കുമാരിയോട് പറഞ്ഞു, ഇത് തുടരാതിരിക്കുന്നതാവും നല്ലത്. മഹാദേവന്റെ സംശയം മൊത്തം താനും കുമാരിയും തമ്മിലുള്ള ബന്ധം അയ്യക്കറിയാമോ എന്ന തരത്തിലേക്കായിരുന്നു. അയ്യയാണെങ്കിൽ മഹാദേവനെ ഉപദ്രവിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉപദ്രവിച്ചു. ഒരു സീനിൽ മഹാദേവന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറക്കുന്ന പോലുണ്ട്. അന്ന് കുമാരി അത് അഭിനയിച്ചപ്പോ അതുപോലല്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന അയ്യ മഹാദേവന്റെ കഴുത്തിൽ ശരിക്കമർത്തി. ശ്വാസം മുട്ടി മഹാദേവൻ പിടഞ്ഞിരുന്നു. കുമാരിയായിരുന്നു അന്ന് അത് കണ്ട് കട്ടുവിളിച്ചത്. അന്നവിടെ ഷൂട്ടിംഗ് കാണാൻ ദേവി എത്തിയിരുന്നു. പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കണ്ട, നീ പൊക്കോളൂ എന്ന് മഹാദേവൻ ദേവിയോട് പറഞ്ഞു. ക്ലൈമാക്സ് ഷൂട്ടാണ് നടക്കുന്നത്. അവസാനത്തെ ഷൂട്ടിംഗ് ദിവസം. മഹാദേവൻ കഥ തന്നെ മാറ്റാൻ തീരുമാനിച്ചിരുന്നല്ലോ. അയ്യയുടെ സ്ക്രിപ്റ്റിൽ മഹാദേവൻ കൊല്ലപ്പെടുന്നതായിട്ടാണ് ചിത്രീകരിക്കേണ്ടത്. പക്ഷെ മഹാദേവന്റെ ഉദ്ദേശം കുമാരി കൊല്ലപ്പെടുന്ന പോലെ ചിത്രീകരിച്ച് തന്റെ ഹീറോയിസം ഉയർത്തുകയായിരുന്നു. ശാന്ത എന്ന അയ്യയുടെ അമ്മയുടെ പേരിലുള്ള സ്ക്രിപ്റ്റ് കാന്ത എന്ന പേരിൽ വരെ മഹാദേവൻ മാറ്റിയിരുന്നു. ഷൂട്ടിംഗ് ആരംഭിച്ചു. ആദ്യം മഹാദേവൻ പറഞ്ഞ പോലെ വെടിയേറ്റ് കുമാരി മരിക്കുന്ന പോലായിരുന്നു സീൻ എടുത്തത്. ഇനി മഹാദേവന്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കൂടി എടുത്താൽ സിനിമ അവസാനിച്ചു. ഷോട്ട് കഴിഞ്ഞതും വന്ന മഹാദേവൻ ദേവിയോട് അവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ദേവിക്ക് മഹാദേവന്റെ ബന്ധത്തെപ്പറ്റി സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൾ പോവാതെ നിൽക്കുന്നു. പക്ഷേ മഹാദേവൻ നിർബന്ധിച്ച് ഡ്രൈവറുടെ കൂടെ അവളെ പറഞ്ഞയച്ചു. ഒന്നുകൂടി അവർ ആ സീൻ എടുക്കാൻ തുടങ്ങി. ഗണ്ണ് പോയി എടുത്തുകൊണ്ട് വന്നത് മഹാദേവനായിരുന്നു. ആദ്യം സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. വെറുതെ കാഞ്ചി വലിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബുള്ളറ്റ് മാറ്റിവെച്ചിട്ടായിരുന്നു ആ സീൻ എടുത്തത്. വീണ്ടും റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അത്തവണ ഷൂട്ട് ചെയ്തപ്പോ വലിയ വ്യത്യാസം വന്നു. കുമാരിയെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം അഭിനേതാവ് അത് മഹാദേവനെതിരെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അയ്യയുടെ സ്ക്രിപ്റ്റിലുള്ളതുപോലെ. പക്ഷെ കാഞ്ചി വലിച്ചപ്പോ യഥാർത്ഥത്തിൽ ബുള്ളറ്റ് പാഞ്ഞു. അപകടം മനസ്സിലാക്കിയ മഹാദേവൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ബുള്ളറ്റ് മഹാദേവന്റെ ശരീരത്തിലേറ്റില്ല. ആ സീൻ കുമാരി അടക്കം അഭിനയിച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു.
എല്ലാവരും അത് കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. കുമാരി പോലും പേടിച്ചു പോയിരുന്നു. തോക്കിലാരാണ് ബുള്ളറ്റ് നിറച്ചത് എന്ന് മഹാദേവൻ ചോദിച്ചു. ആരും അതിന് ഉത്തരം പറഞ്ഞില്ല. ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ അയ്യയാണെന്ന് മഹാദേവൻ ഉറപ്പായിരുന്നു. കാരണം അയാൾക്കാണ് മഹാദേവനെ കൊല്ലാൻ ആഗ്രഹം. നേരത്തെ പലതവണ അയാൾ ശ്രമിച്ചിട്ടുള്ളത് സെറ്റിലുള്ളവർ കണ്ടിട്ടുമുണ്ട്. ലാസ്റ്റ് ഒരു സീനും കൂടി എടുക്കാനുണ്ടായിരുന്നു. അയ്യയുടെ പ്രകാരം ക്ലൈമാക്സ് എടുക്കണമെങ്കിൽ കുമാരിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കണം. അതെടുത്തിട്ട് പോയാ മതി എന്ന മട്ടിൽ ഡയറക്ടർ പറഞ്ഞു. മഹാദേവൻ ഇനി അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയെങ്കിലും നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അയ്യ വലിയ അഹങ്കാരത്തിലായിരുന്നു. പക്ഷേ കുമാരിയും നടന്ന കാര്യങ്ങൾ എന്താണെന്നറിയാതെ താൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞു. അയ്യ ഒറ്റപ്പെട്ടു. മഹാദേവനെ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചതും ഉപദ്രവിച്ചതും കുമാരിക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നാലെ മഹാദേവനും കുമാരിയും ഒരുമിച്ച് സംസാരിച്ചു. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. നമുക്ക് വിവാഹം കഴിക്കാമെന്ന് അവൾ പറഞ്ഞപ്പോ മഹാദേവനും പറഞ്ഞു, നമുക്ക് വിവാഹം കഴിക്കാം, തിരുപ്പതിയിലേക്ക് പോവാൻ നീ റെഡിയായിക്കോളൂ. അവൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ മഹാദേവന് അപ്പോഴും സംശയമുണ്ടായിരുന്നു. അയ്യെ ഇങ്ങനെ തന്നെ ഉപദ്രവിക്കാൻ കാരണം എന്താണ്? നമ്മുടെ കാര്യങ്ങൾ വല്ലതും അയ്യയോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് കുമാരിയോട് മഹാദേവൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അവൾ പറഞ്ഞത് ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു. പക്ഷെ അന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ മഹാദേവൻ വലിയ ദേഷ്യത്തിലായിരുന്നു. അന്ന് രാത്രിയാണ് ആരോ അങ്ങോട്ടേക്ക് കടന്നെത്തി കുമാരിയുടെ ഡോർ തുറന്ന് കുമാരിയെ വെടിവെച്ചു കൊന്നത്. അടുത്ത ദിവസം വിവരം എങ്ങും അറിഞ്ഞു. പോലീസ് അന്വേഷണത്തിനെത്തി. സെക്യൂരിറ്റിയോടാണ് ആദ്യം ചോദിച്ചത് എന്താണ് നടന്നതെന്ന്. അയാൾ പറഞ്ഞു, രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വെടിപൊട്ടിയ ശബ്ദം ഞാൻ കേട്ടു. ആദ്യം വിചാരിച്ചു ഇടിവെട്ടിയതാണെന്ന്. അതുകൊണ്ട് മഴ കഴിഞ്ഞിട്ടാ ഞാൻ പോയി നോക്കിയത്. അപ്പോ പുറത്ത് ഡയറക്ടറിന്റെ കാറുണ്ടായിരുന്നു. അന്ന് പതിവില്ലാതെ കുമാരി സ്റ്റുഡിയോയിൽ കിടന്നായിരുന്നു ഉറങ്ങിയത്. സെക്യൂരിറ്റി അവളുടെ റൂമിന്റെ അടുത്തേക്ക് പോയി നോക്കിയിരുന്നു. അപ്പോ കണ്ടത് വഴിയിലൊക്കെ രക്തം കലർന്ന ബൂട്ടിന്റെ പ്രിന്റാണ്. അതുപോലെ അവളുടെ മുറിയിൽ കുമാരി കൊല്ലപ്പെട്ട് കിടക്കുന്നു. അതിനടുത്ത് ഡയറക്ടർ അയ്യ ഇരിക്കുന്നു. എല്ലാ സംശയമുനകളും നീണ്ടത് ഡയറക്ടർ അയ്യയുടെ നേരെയായിരുന്നു. താൻ പറഞ്ഞതനുസരിക്കാത്ത കുമാരിയെ ഡയറക്ടർ കൊന്നു. രാവിലെ ദേവി വന്ന് മഹാദേവനെ വിളിച്ചുണർത്തി സ്റ്റുഡിയോയിൽ നടന്ന കൊലപാതകം പറഞ്ഞു. പോലീസുകാർ അന്വേഷണത്തിനെത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു. കുമാരി മരിച്ച വിവരം മഹാദേവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. പോലീസുകാർ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത് എല്ലാവരും ഫിയോണിക്സ് എന്ന് വിളിക്കുന്ന ദേവരാജ് എന്ന പോലീസുകാരനാണ്. പോലീസുകാർ അടുത്തതായി ചോദ്യം ചെയ്തത് കുമാരിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന റാണിയെയായിരുന്നു. റാണി കുമാരിയേക്കാൾ താനാണ് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നതെന്നും അവളൊരു പാവമായിരുന്നു എന്നും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നും അവൾ പറഞ്ഞതും പോലീസുകാരൻ ചോദിച്ചു, അത്ര നല്ല പെൺകുട്ടിയാണെങ്കിൽ അവൾ എന്തിനാ രാത്രി സ്റ്റുഡിയോയിൽ കിടന്നുറങ്ങിയത്? അവൾ അയ്യയുടെ വീട്ടിലല്ലേ കിടന്നുറങ്ങാറുള്ളത്? എന്താ അവള് വീട്ടിലേക്ക് പോവാതിരുന്നേ? പക്ഷേ റാണി പറഞ്ഞു, ഡയറക്ടർക്കും കുമാരിക്കും ഇടയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. തന്നെ ചതിച്ച് അവന്റെ കൂടെ പോവാന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് അയ്യ കുമാരിയോട് പറഞ്ഞത് റാണി കേട്ടിരുന്നു. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അയ്യ ഇങ്ങനെ കൊല്ലുമെന്ന് താൻ വിചാരിച്ചിട്ടില്ല എന്നും കുമാരി കൂട്ടിച്ചേർത്തു. അന്ന് അയ്യ വന്ന് കുമാരിയോട് സംസാരിച്ചത് റാണി കേട്ടിരുന്നു. അയ്യ പോയി കഴിഞ്ഞപ്പോ കുമാരിയുമായി റാണി സംസാരിച്ചു. അന്ന് കുമാരി പറഞ്ഞു, ഞാനും മഹാദേവനും വിവാഹം കഴിക്കാൻ പോവുകയാണ്. റാണി അക്കാര്യം പോലീസുകാരോട് പറഞ്ഞതും പോലീസുകാർക്ക് സംശയം തോന്നി. മഹാദേവൻ ഓൾറെഡി വിവാഹിതനാണ്. അയാള് കുമാരിയോട് അടുപ്പം സ്ഥാപിച്ച് വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അതോടെ മഹാദേവന്റെ മേൽ പോലീസുകാരന് സംശയം തോന്നി. മഹാദേവനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും കുമാരിയെ വെടിവെച്ചു കൊന്ന തോക്ക് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. സെറ്റ് മുഴുവൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അയ്യയുടെ കയ്യിൽ നിന്നും തോക്ക് കിട്ടിയിരുന്നില്ല. ആ തോക്ക് മാർട്ടിന്റേതാണ്. സ്റ്റുഡിയോയിലെ തോക്ക് അതെവിടെയെന്ന് പോലീസുകാരൻ മാർട്ടിനോട് ചോദിച്ചു. സ്ഥിരമായിട്ട് വെക്കുന്നിടത്തൊക്കെ മാർട്ടിൻ നോക്കിയെങ്കിലും അവിടെ നിന്നൊന്നും അത് കണ്ടുകിട്ടിയില്ല. റാണി വീണ്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോ റാണി പറഞ്ഞു, കുറച്ചു ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. മഹാദേവന്റെയും ദേവിയുടെയും കൂടെ ഡ്രൈവറായ സെൽവം അന്ന് വന്നിരുന്നു. സെൽവം അന്ന് കുമാരിയെ കണ്ടു. ദേവിയുടെ അച്ഛന് കുമാരിയെ കാണണമെന്നും മര്യാദക്ക് അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു സെൽവം പോയത്. ഇക്കാര്യം ആരോടും പറയരുതെന്നും സെൽവം കുമാരിയോട് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന റാണി യാദൃച്ഛികമായി അത് കേട്ടതായിരുന്നു. റാണിയോട് മറ്റാരോടും ഇത് പറയരുത് എന്ന് കുമാരി പറഞ്ഞെങ്കിലും മഹാദേവനടുക്കൽ റാണി അക്കാര്യം അറിയിച്ചു. മഹാദേവൻ കുമാരിക്കടുത്തെത്തി നീ എങ്ങോട്ടും പോവണ്ടെന്ന് കുമാരിയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് മഹാദേവൻ എത്തിച്ചേരുന്നത്. മഹാദേവൻ ആകെ തകർന്ന പോലായിരുന്നു കാണപ്പെട്ടത്. മഹാദേവൻ അങ്ങോട്ടേക്ക് വന്ന് അയ്യയെ കടന്നാക്രമിച്ചു. ഇരുവരും തമ്മിൽ പരസ്പരം പിടിവലിയും വാഗ്വാദവും നടന്നു. കുമാരിയെ കൊന്നത് അയ്യയാണെന്ന് മഹാദേവനും മഹാദേവനാണെന്ന് അയ്യയും ആരോപിക്കുകയും തല്ലുകൂടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദേവരാജ് ഇതൊക്കെ കണ്ടു നിന്നു. പിന്നാലെ അവരെ മാറ്റി നിർത്തി തന്റെ അന്വേഷണം വീണ്ടും പുനരാരംഭിച്ചു.
ദേവരാജ് അടുത്തതായി ചെയ്തത് അവസാനമായി ഷൂട്ട് ചെയ്ത ഭാവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് അന്ന് നടന്ന സംഭവങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറോട് ചോദിക്കലായിരുന്നു. ക്ലൈമാക്സ് രംഗത്തിലെ ആദ്യ ടേക്ക് എടുത്തപ്പോ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ടേക്ക് എടുത്തപ്പോ തോക്കിൽ എങ്ങനെ ബുള്ളറ്റ് വന്നു? ദേവരാജൻ ചോദിച്ചു. അസിസ്റ്റന്റ് പറഞ്ഞു, തോക്ക് വേറെയും ബുള്ളറ്റ് വേറെയുമായിട്ടാണ് ഡ്രോയിൽ വെച്ചിരുന്നത്. ആദ്യത്തെ ടേക്ക് കഴിഞ്ഞ് തോക്ക് വീണ്ടും പഴയ സ്ഥലത്ത് ഞാൻ കൊണ്ടുവച്ചു. ബുള്ളറ്റ് വേറൊരു മേശയിലായിരുന്നു. രണ്ടാമത്തെ ടേക്കിന് വേണ്ടി തോക്ക് പോയെടുത്തത് മഹാദേവനാണ്. പക്ഷേ അതിലാരാണ് ബുള്ളറ്റ് നിറച്ചത് എന്നെനിക്കറിയില്ല. അയ്യ പറഞ്ഞത് മഹാദേവൻ തന്നെ അത് നിറച്ചതായിരിക്കുമെന്നാണ്. കാരണം ക്ലൈമാക്സ് രംഗത്തിൽ തോക്കിൽ നിന്നും വെടിയുണ്ട കൊണ്ട് കുമാരി മരിക്കുന്നതായിട്ടാണല്ലോ ആദ്യ ടേക്കിൽ അവർ എടുത്തത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ടാമത്തെ ടേക്കിൽ ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് പാടെ ചേഞ്ച് ചെയ്തത്. അയ്യ തന്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. സഹതാരത്തിനോടും മഹാദേവന്റെ നേരെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതും മഹാദേവൻ കുമാരിയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം തോക്കിൽ ഉണ്ട് നിറച്ചതായിരിക്കും. പക്ഷേ ഷൂട്ടിംഗ് മാറി മഹാദേവൻ എതിരെ വന്നപ്പോ മഹാദേവൻ ഞെട്ടിയതും ഒഴിഞ്ഞു മാറിയതും അതുകൊണ്ടുമായിരിക്കും എന്നും അയ്യ കൂട്ടിച്ചേർത്തു. പക്ഷേ മഹാദേവനെ ചോദ്യം ചെയ്തപ്പോ മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് അവളോട് കപടമായിട്ടുള്ള സ്നേഹമൊന്നുമായിരുന്നില്ല. ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാണ്. അവൾ അനാഥയായിരുന്നു. എന്നെ പോലെ ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഇവിടെ വരെ എത്തിയത്. ഞാനും അതുപോലായിരുന്നു വന്നത്. അതുകൊണ്ട് അവളെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത്രനാൾ ദേവിയുടെ കൂടെ ജീവിച്ചിട്ടും പ്രണയം ഞാൻ അനുഭവിച്ചതും തിരിച്ചറിഞ്ഞതും അവളിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ദൂരെ പോവാനും ദേവിയോട് മാത്രമേ ഇത് താൻ പറയാനുണ്ടായിരുന്നുള്ളൂ. അത് പറയാൻ എനിക്ക് ധൈര്യം വന്നിരുന്നില്ല. പക്ഷേ ദേവരാജ് പറഞ്ഞു, പേടിക്കണ്ട, ഇതൊക്കെ ഇപ്പൊ അവരോ കേൾക്കുന്നുണ്ട്. ദേവരാജ് സ്ക്രീൻ മാറ്റിയപ്പോ എല്ലാം മഹാദേവൻ പറയുന്നതിന്റെ മറുവശത്ത് ദേവി ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവരാജ് പിന്നാലെ മഹാദേവനോട് ചോദിച്ചു, അന്ന് ദേവിയുടെ അച്ഛൻ സെൽവത്തെ വിട്ട് കുമാരിയെ വിളിപ്പിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തു ചെയ്തു? മഹാദേവൻ പറഞ്ഞു, ഞാൻ സെൽവത്തെ കണ്ട് അയാളുമായി വഴക്കുണ്ടാക്കി. അവന്റെ സംസാര ഭാഷയിൽ എനിക്ക് ദേഷ്യം വന്നിരുന്നു. അവനെ ഞാൻ മർദ്ദിച്ചു. അതിനുശേഷം നേരെ ദേവിയുടെ അച്ഛനെ കണ്ടു. ദേവിയുടെ അച്ഛൻ കുമാരിയെ പറ്റി മോശമായിട്ട് മഹാദേവനോടന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ മഹാദേവൻ ദേഷ്യത്തിൽ മുതലിയാരോട് പറഞ്ഞു, കുമാരിയെ പറ്റി മോശമായി പറയരുതെന്ന്. അത്രത്തോളമായോ എന്ന മട്ടിലായിരുന്നു മുതലിയാരുടെ മറുപടി. മുതലിയാർ ഭീഷണി മുഴക്കിയപ്പോ കാണാമെന്ന മട്ടിൽ പറഞ്ഞായിരുന്നു മഹാദേവൻ തിരികെ ഇറങ്ങിയത്. പിന്നാലെ ദേവിയെ വിളിച്ച് ദേവരാജ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ദേവിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ദേവിക്കെപ്പോഴും മഹാദേവൻ തന്റെ കൂടെ വേണം എന്ന് മാത്രമായിരുന്നു. കുമാരിയെ പറ്റി എന്തെങ്കിലും ദേവിയുടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളെപ്പറ്റിയൊക്കെ എന്നോട് എന്തിനാ സംസാരിക്കുന്നത് എന്ന മട്ടിലായിരുന്നു ദേവി ചോദിച്ചത്. കുമാരിയുമായുള്ള മഹാദേവന്റെ ബന്ധമൊന്നും ദേവിക്ക് പ്രശ്നമായിരുന്നില്ല. മഹാദേവൻ അവളെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും തന്റെ ഭർത്താവല്ലേ എന്നത് മാത്രമായിരുന്നു ദേവി പറഞ്ഞത്. പിന്നാലെ ദേവിയുടെ ഡ്രൈവറായ സെൽവത്തെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. സെൽവൻ ചെറുപ്പം മുതലേ ദേവിയെ എടുത്തു വളർത്തിയ ദേവിയുടെ വീടിനോട് ഒരുപാട് കൂറുള്ള വ്യക്തിയാണ്. മഹാദേവന്റെ ബന്ധത്തെ പറ്റിയൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ദേവിക്ക് എന്തെങ്കിലും മോശമുണ്ടാവുന്നത് സെൽവത്തിന് ഇഷ്ടമേ ആയിരുന്നില്ല. സെൽവത്തിന്റെ കയ്യിൽ പോലും ദേവിയുടെ പേര് പച്ചകുത്തിയിരുന്നു. ദേവരാജൻ ഓരോന്നും കുത്തി കുത്തി ചോദിച്ചപ്പോ നിയന്ത്രണം വിട്ട് സെൽവം സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ തോക്കില് ബുള്ളറ്റ് നിറച്ചത് താനാണെന്ന്. കുമാരി ദേവിയുടെയും മഹാദേവന്റെയും ജീവിതം തകർക്കുന്നു എന്ന് തോന്നിയപ്പോ ഷൂട്ടിനിടയിൽ കുമാരിയെ കൊല്ലാൻ വേണ്ടി സെൽവം നിറച്ചതായിരുന്നു അത്. പക്ഷേ രണ്ടാമത്തെ ടേക്കിൽ ക്ലൈമാക്സ് മാറി ആ ഉണ്ട മഹാദേവന്റെ നേരെ പാഞ്ഞപ്പോ സെൽവം ഞെട്ടിപ്പോയിരുന്നു. ഭാഗ്യം കൊണ്ട് മഹാദേവൻ മാറിയതുകൊണ്ട് മഹാദേവന് ഷൂട്ടേറ്റില്ല. ആ സമയത്താണ് ദേവിയുടെ അച്ഛൻ മുതലിയാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഐജിയുമായിട്ടാണ് വരവ്. എല്ലാം അവസാനിപ്പിച്ച് മകളെയും മഹാദേവനെയും കൊണ്ടുപോവാനാണ് അയാൾ വന്നത്. പക്ഷെ പോലീസുകാർക്ക്, പ്രത്യേകിച്ച് ദേവരാജന് പല കാര്യങ്ങളിലും സംശയമുണ്ട്. മഹാദേവനും കുമാരിയുമായുള്ള കാര്യമറിഞ്ഞ് ദേവിയാണോ അവളെ കൊന്നത് അതോ ദേവിയുടെ അച്ഛനാണോ ദേവരാജ് സംശയിച്ചു. പക്ഷേ അവരൊന്നും തങ്ങളല്ല കൊന്നത് എന്ന് പറയുകയാണ്. ഒരു ഘട്ടം പിന്നിട്ടപ്പോ അവരെ മാറ്റി മഹാദേവനെയും അയ്യയെയും അടുത്തടുത്തിരുത്തി ദേവരാജ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം മഹാദേവനും അയ്യയും സംസാരിച്ചു. ഇരുവരുടെയും ഈഗോ ഒന്നടങ്ങിയിരുന്നു. മഹാദേവൻ പറഞ്ഞു, ഈ ഈഗോ കാരണമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ പ്രേക്ഷകരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷെ അത് ഇഷ്ടപ്പെടില്ല. ഞാൻ ഈ കാലത്തിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിനിമയും സ്ക്രിപ്റ്റും മാത്രം നോക്കിയിരുന്നാൽ ഒന്നും ശരിയാവില്ല. പ്രേക്ഷകർ സ്വീകരിക്കില്ല. അവരെ സന്തോഷിക്കുന്ന രീതിയിൽ പിടിച്ചു നിന്നാൽ മാത്രമേ എനിക്ക് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിങ്ങളുടെ ഈഗോ ആയിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. പക്ഷേ അയ്യ പറഞ്ഞു, കാലാന്തരമായി നിലനിൽക്കാനുള്ള സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. ഞാനും നീയുമൊന്നും ഉണ്ടാവില്ല. അപ്പോഴും സിനിമ കാണും. പലയിടത്തും കൊലപാതകം നടത്തിയ ആയുധത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ആ തോക്ക് കണ്ടുകെട്ടിയിരുന്നില്ല. ഇനിയാകെ പരിശോധിക്കാനുള്ളത് അയ്യയുടെ ഒരു ലോക്കർ മാത്രമാണ്. ലോക്കറിന്റെ കീവേഡ് ചോദിക്കുമ്പോ താൻ മറന്നുപോയെന്നാണ് അയ്യ പറഞ്ഞത്. മാത്രമല്ല അയ്യയുടെ ബൂട്ടിൽ രക്തം പതിച്ച
വെച്ച് അത് പടർന്ന പാടുകളും അവിടെ ഉണ്ടായിരുന്നു. ആ ബോട്ട് തന്നെ അയ്യയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ടായിരുന്നു. ദേവരാജ് വീണ്ടും അന്വേഷണം തുടർന്നു. അവിടെ വന്ന കാർ വീലിന്റെ പാടുകളിൽ ദേവിയുടെ കാറിന്റെ വീൽ സൈസുമായി മാച്ച് ചെയ്യുന്നുണ്ട് എന്ന നിർദ്ദേശം കിട്ടിയപ്പോ കാർ അയാൾ പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു പക്ഷിയുടെ തൂവലും കണ്ടു കിട്ടി. ഇൻസ്പെക്ടർ ദേവരാജിനോട് സാറിനെന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. ദേവരാജ് തന്റെ നിഗമനങ്ങൾ വിശദീകരിച്ചു. കൊലപാതകം നടന്ന രീതിയും ഇമ്പാക്ട് ഏരിയയും ഒക്കെ പരിശോധിക്കുമ്പോ കൊല ചെയ്തയാള് അവളുടെ മുഖത്ത് നോക്കിയിട്ടല്ല വെടിയുതിർത്തിരിക്കുന്നത് എന്നുറപ്പിക്കാം. മാത്രമല്ല കുമാരി ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. അതിനർത്ഥം ആരോ വരുമെന്നവൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോ അവളെ സ്നേഹിക്കുന്ന ഒരാളാകാം അവളെ കൊന്നത്. അവൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാൾ. കുറ്റബോധമുള്ളതുകൊണ്ടാകണം കൊലപാതകി അവളുടെ മുഖത്ത് നോക്കി അവളെ ഷൂട്ട് ചെയ്യാതിരുന്നത്. അതൊക്കെ വെച്ച് ചിന്തിക്കുമ്പോ കൊലപാതകത്തിന് പിന്നിൽ മഹാദേവനാണ് എന്ന സംശയം ദേവരാജിന് കുറച്ചുകൂടി കനത്തു വന്നു. കാര്യം ദേവിയാണ് അവളെ കൊല്ലുന്നതെങ്കിൽ ഒരിക്കലും മുഖം തിരിച്ച് അവളെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കൊല്ലാനുള്ള കാരണം മഹാദേവനുണ്ട്. മഹാദേവനാണ് കൊന്നതെങ്കിൽ മുഖം തിരിച്ചേ കൊല്ലൂ. കാരണം കുറ്റബോധമുണ്ടാകും. ഒടുവിൽ മഹാദേവനെ അറസ്റ്റ് ചെയ്യാൻ ദേവരാജ് തീരുമാനിച്ചു. പക്ഷേ മാർട്ടിൻ പറഞ്ഞു സിനിമയുടെ ഷൂട്ട് അവസാനിക്കാൻ ഒരേ ഒരു സീൻ കൂടി എടുക്കാനുള്ളൂ. മഹാദേവന്റെ ക്ലോസപ്പ് ഷോട്ട്. അതോടെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയും. അത് പുറത്തിറങ്ങിയാലേ സ്റ്റുഡിയോ രക്ഷപ്പെടൂ. ഇല്ലെങ്കിൽ ഒരു മൃതദേഹമായി മാത്രം കുമാരി ലോകത്ത് അവസാനിക്കും. അല്ലെങ്കിൽ അവളെപ്പറ്റി ഈ ലോകം തന്നെ അറിയും. മാർട്ടിൻ അത് പറഞ്ഞപ്പോ ഷൂട്ടിംഗ് തീർക്കണം എന്ന് മഹാദേവനും തോന്നി. പോലീസിന്റെ അനുമതിയോടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. തന്റെ കയ്യിൽ കുമാരി കൊല്ലപ്പെട്ട് വീണതിനു ശേഷം മഹാദേവൻ പറയുന്ന ഡയലോഗുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. മഹാദേവൻ പക്ഷേ ഷൂട്ട് ചെയ്തപ്പോ സ്ക്രിപ്റ്റിനപ്പുറം അഭിനയിച്ചു. വാക്കുകളിൽ കുമാരിയോടുള്ള അയാളുടെ പ്രണയവും അവൾ കൊല്ലപ്പെട്ടതിലുള്ള വിഷമവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. അഭിനയത്തിനപ്പുറം കുമാരിയോടുള്ള അയാളുടെ പ്രണയവും ജീവിതവുമാണ് അതിൽ നിറഞ്ഞു കാണുന്നത് എന്നവിടെ കണ്ടുനിന്നവർക്കെല്ലാം തോന്നി. അതോടെ കുമാരിയെ അത്രമേൽ സ്നേഹിച്ച മഹാദേവൻ ഒരിക്കലും കുമാരിയെ കൊല്ലില്ല എന്ന തരത്തിൽ ദേവരാജ് ചിന്തിച്ചു. മഹാദേവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കണ്ടെത്തും. അതുവരെ നിങ്ങൾ റൂമിൽ റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞായിരുന്നു മഹാദേവനെ ദേവരാജ് പറഞ്ഞയച്ചത്. അവിടെ ദേവിയുടെ അച്ഛനും ഐജിയും ഉണ്ടായിരുന്നു. ദേവരാജിനെ ഐജിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. ഐജി പറഞ്ഞിട്ടും ദേവരാജ് അനുസരിക്കുന്നില്ല. അതുകൊണ്ട് മഹാദേവൻ പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് വിലങ്ങ് വാങ്ങി ദേവരാജിനെ അവിടെ ഒരു കസേരയിൽ ഐജി ബന്ധിച്ചു. മറുവശത്ത് മഹാദേവൻ ആകട്ടെ ആ സമയം അയ്യയോട് സംസാരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന അയ്യ മഹാദേവന്റെ ആ ലാസ്റ്റ് സീനിലെ അഭിനയത്തെ പുകഴ്ത്തി. നീയാണ് കുമാരിയെ കൊന്നതെങ്കിൽ ഇത്തരത്തിൽ ഉള്ളിലെ വികാരങ്ങളെയൊക്കെ വെച്ച് നിനക്കിങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് അയ്യ പറഞ്ഞു. ആ സമയം മഹാദേവൻ അയ്യയോട് ആ സത്യം തുറന്നു പറഞ്ഞു. താനാണ് കുമാരിയെ കൊന്നതെന്ന്. അയ്യ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. പിന്നാലെ തന്റെ ദേഷ്യത്തിൽ താൻ അത്ര നേരം മറച്ചുവെച്ച കാര്യങ്ങൾ മഹാദേവൻ വിശദീകരിച്ചു. നിങ്ങളും അവളും ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ നോക്കുകയായിരുന്നു. അവളുടെ എന്റെ മേലുള്ള പ്രണയമൊക്കെ അഭിനയമായിരുന്നു. അതിനുള്ള തെളിവുകളും എനിക്ക് കിട്ടി. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മഹാദേവൻ ദേവിയുടെ അച്ഛനെ കണ്ട് തിരികെ വരുന്ന ആ സമയം അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയിറങ്ങിയ അയാൾ നേരെ ചെന്നത് കുമാരിയെ കാണാനായിരുന്നു. അവളുടെ റൂമിൽ ചെല്ലുമ്പോ അവൾ അവിടെയില്ല. പെട്ടി തുറന്നു വെച്ച് പാക്ക് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അതിലേക്ക് സാധനം എടുത്തു വെക്കുമ്പോഴാണ് ഒരു മാഗസിനും അതിനുള്ളിലെ ഫോട്ടോയും മഹാദേവൻ കാണുന്നത്. മഹാദേവൻ നോക്കിയപ്പോ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഫോട്ടോ ആക്കിയെടുത്തതായിരുന്നു അത്. അതോടെ മഹാദേവന് സംശയം തോന്നി. അയ്യയുമായി ചേർന്ന് അവൾ തന്നെ ചതിക്കുകയാണോ എന്ന്. അയ്യയുടെ റൂം ലോക്കർ മഹാദേവൻ തുറന്നു പരിശോധിച്ചു. അപ്പോഴാണ് അവിടെ ഓഡിയോ റെക്കോർഡ് ചെയ്തൊരു കാസറ്റ് മഹാദേവന് കിട്ടുന്നത്. മഹാദേവൻ അത് പ്ലേ ചെയ്തു. അത് അയ്യയും അവളും തമ്മിലുള്ള സംസാരമായിരുന്നു. നീ ഒരു വട്ടം മഹാദേവനോട് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ അറിയാം അവന്റെ തനി സ്വഭാവം. നീ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറ. അയ്യ പറഞ്ഞപ്പോ കുമാരിയുടെ ശബ്ദം കേൾക്കുന്നു. അയ്യ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. മഹാദേവൻ ഒരു ദുഷ്ടനാണ്, നീചനാണ്. അയാൾക്ക് എന്നോട് പ്രണയമൊന്നുമില്ല. അയാൾക്ക് വേണ്ടത് എന്റെ ശരീരമാണ്. അതുകൊണ്ട് ഈ ഫോട്ടോസ് ആര് വേണമെങ്കിലും ഞാൻ കാണിക്കാം. എവിടെ വേണമെങ്കിലും പോയി ഞാൻ പറയാം അയാൾ എത്ര മോശം മനുഷ്യനാണെന്ന്. അതിനുശേഷം അവളുടെ ചിരിശബ്ദമായിരുന്നു കേട്ടത്. അത് കേട്ട് അയ്യയും ചിരിക്കുന്നുണ്ട്. അത്രയും ടേപ്പ് റെക്കോർഡിംഗ് കേട്ടതും മഹാദേവൻ ഞെട്ടിത്തെറിച്ചു. വീണ്ടും പുറകിലേക്കടിച്ച് ഒന്നുകൂടി മഹാദേവൻ അത് കേട്ടു. ശേഷം ആ ടേപ്പ് റെക്കോർഡ് ഓഫാക്കി. അവന്റെ മനസ്സിലൂടെ കടന്നുപോയത് മുഴുവൻ ഡയറക്ടറും കുമാരിയും ചേർന്ന് തന്നെ ചതിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും മഹാദേവന് ഉറപ്പിക്കാറായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവസാന ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടക്കുന്ന ആ ദിവസം കുമാരിയുടെ അടുത്തെത്തി നേരിട്ട് തന്നെ മഹാദേവൻ ചോദിച്ചത്, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ വല്ലതും നീ അയ്യയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അവൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞതും അവൾ തന്നെ
ചതിക്കുകയാണ് എന്ന് മഹാദേവൻ ഉറപ്പിച്ചു. അങ്ങനായിരുന്നു ദേഷ്യപ്പെട്ട് മഹാദേവൻ അന്ന് പുറത്തേക്ക് പോയതും. അന്ന് രാത്രിയെത്തി മഹാദേവൻ തന്നെ അവളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഒക്കെ കേട്ട അയ്യ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അയ്യ പറഞ്ഞു, നമ്മൾ മുമ്പേ സംസാരിക്കേണ്ടതായിരുന്നു. എന്നോട് ക്ഷമിക്കടാ പാവം പെൺകുട്ടി. ഈഗോയും അഹങ്കാരവും ഒക്കെ കാരണം എല്ലാം ഇല്ലാതായി. മഹാദേവ, എന്തായിരുന്നടാ ആ ടേപ്പ് റെക്കോർഡിങ് നീ മൊത്തമായി കേൾക്കാതിരുന്നത്? വേദനയോടെ വിതുമ്പിക്കൊണ്ട് അത് പറഞ്ഞ് അയ്യ നടന്നകന്നു. തന്റെ മുറിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അയ്യ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ ഫോട്ടോസൊക്കെ അയ്യ കണ്ടതിനു ശേഷം അതുമായി കുമാരിയെ അയ്യ എതിരിട്ടിരുന്നു. അയ്യ വലിയ ദേഷ്യത്തിലായിരുന്നു. കുമാരിയോട് അവൻ ചതിയനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കുമാരി അതൊന്നും വിശ്വസിച്ചേയില്ല. തന്നോടുള്ള മഹാദേവന്റെ പ്രണയം ആത്മാർത്ഥമാണെന്നായിരുന്നു കുമാരി പറഞ്ഞത്. നീ അവനോട് നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു നോക്ക്, അപ്പോ അറിയാം അവന്റെ തനിക്കുണം എന്ന് അയ്യ പറഞ്ഞു. പിന്നാലെ ഞാൻ പറയുന്നതൊക്കെ നീ പറ, ഞാനത് റെക്കോർഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് പറഞ്ഞ ശേഷം നീ വരുമല്ലോ, അപ്പൊ നിനക്കിത് ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം എന്നായിരുന്നു അയ്യ പറഞ്ഞത്. അതിൻ പ്രകാരം കുമാരി പറഞ്ഞ വാക്കുകൾ അയ്യ റെക്കോർഡ് ചെയ്തെടുത്തു. റെക്കോർഡ് ചെയ്ത ആ സംഭാഷണമായിരുന്നു മഹാദേവൻ കേട്ടത്. ആ റെക്കോർഡിങ്ങിന് അവസാനം ചിരിച്ചുകൊണ്ട് മഹാദേവൻ തന്നെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം തന്നെ കൈവിടില്ല എന്ന കാര്യമൊക്കെ കുമാരി പറയുന്നുണ്ടായിരുന്നു. എല്ലാം ചിന്തിച്ച അയ്യയ്ക്ക് വലിയ കുറ്റബോധം തോന്നി. അയ്യ പോയി താനാണ് കുമാരിയെ കൊന്നത് എന്ന് കത്തെഴുതി വെച്ചു. പിന്നാലെ അയ്യയുടെ ലോക്കറിലുണ്ടായിരുന്ന മഹാദേവൻ കൊണ്ടുവച്ചിരുന്ന തോക്കെടുത്ത് സ്വയം വെടിയുതിർത്ത് അയ്യ ആത്മഹത്യ ചെയ്തു. ശബ്ദം കേട്ടെല്ലാവരും മൂടിക്കൂടി. അയ്യയാണ് കൊന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്നായിരുന്നു ഇൻസ്പെക്ടർ ശബ്ദം കേട്ടെത്തിയ ദേവരാജോടും പറഞ്ഞത്. അങ്ങോട്ടേക്കെത്തിയ മഹാദേവനും അത് കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ മഹാദേവൻ തിരികെ നടക്കുമ്പോ ദേവരാജ് മഹാദേവൻ അടുത്തെത്തി പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ അയ്യയായിരിക്കും കൊലപാതകി, പക്ഷെ എനിക്കറിയാം യഥാർത്ഥത്തിൽ നീയാണ് അവളെ കൊന്നതെന്ന്. കാരണം മരിക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിന്നെ കണ്ടിട്ടുള്ള സന്തോഷമാണ്. തകർന്നുപോയ മഹാദേവൻ അയ്യ പറഞ്ഞ പോലെ ടേപ്പ് റെക്കോർഡർ വീണ്ടും കേട്ടു. മഹാദേവൻ ചതിയനാണെന്നും അയാൾക്ക് എന്റെ ശരീരമാണ് വേണ്ടതെന്നും ഫോട്ടോസുമായി ഞാൻ ആരുടെ അടുത്ത് വേണമെങ്കിലും പോകാം, ആരോട് വേണമെങ്കിലും ഇത് പറയാം എന്നൊക്കെ കുമാരി പറയുന്ന ഭാഗം മഹാദേവൻ കേട്ടുകൊണ്ടിരുന്നു. ശേഷം അവരുടെ ആ ചിരിനിമിഷം വന്നു. പിന്നീട് അത് തുടർന്ന് പറഞ്ഞു, ഇങ്ങനൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ നിങ്ങൾക്ക് ആഗ്രഹം, പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. മഹാദേവൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അദ്ദേഹം എന്നെയും. അതുകൊണ്ട് എനിക്ക് ഈ കഥകളൊന്നും എവിടെയും പറയേണ്ടി വരില്ല. ടേപ്പ് റെക്കോർഡർ മുഴുവൻ കേട്ടതോടെ മഹാദേവൻ തകർന്നുപോയി. അന്നവനത് കേട്ടിരുന്നെങ്കിൽ അവനൊരിക്കലും കുമാരിയെ കൊല്ലില്ലായിരുന്നു. ആത്മാർത്ഥമായി തന്നെയായിരുന്നു അവൻ കുമാരിയെ സ്നേഹിച്ചിരുന്നത്. കുമാരി ചതിച്ചു എന്ന് ചിന്തിച്ചാണ് മഹാദേവൻ അവളെ കൊന്നതുപോലും. ആ ഒരു കുറ്റബോധം മഹാദേവനെ വേട്ടയാടി. സ്വയം നിയന്ത്രിക്കാൻ പോലും മഹാദേവന് കഴിഞ്ഞില്ല. കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ തലയിടിച്ച് അയാൾ സ്വയം പരിക്കേൽപ്പിച്ചു. പിന്നാലെ മനസ്സിൽ എന്തോ ഉറപ്പിച്ച് ചോരയേറ്റുന്ന മുഖം തുടച്ചു. അധികം വൈകാതെ അവരുടെ കാന്ത എന്ന സിനിമ പുറത്തിറങ്ങി. അത് മഹാദേവൻ പറഞ്ഞ പോലെ വലിയ വിജയമായി. കുമാരി എന്ന കലാകാരിയെ എല്ലാവരും തിരിച്ചറിഞ്ഞു. പക്ഷേ താൻ സ്നേഹിച്ച കുമാരിയെ അബദ്ധത്തിലാണെങ്കിലും കൊല്ലേണ്ടി വന്ന ആ ഒരു ദുഃഖം, അതിന്റെ കുറ്റബോധം മഹാദേവനെ വേട്ടയാടിയിരുന്നു. ആ വേദനയോടെ മഹാദേവൻ മുമ്പോട്ടേക്ക് ജീവിച്ചു. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് യാത്ര ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. കാന്ത എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.